അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 14-ാം വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിബി ടീച്ചറോടൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സിബി ടീച്ചറോട് നമുക്ക് ചോദിക്കാം എന്തെല്ലാമാണ് അവസാന നിമിഷത്തെ പ്രചരണ വിശേഷങ്ങളെന്ന്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. പേര് സിബി ടീച്ചർ. എന്തെല്ലാം വികസനങ്ങളാണ്, അതുപോലെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ഒരു 14-ാം വാർഡിൽ വിജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കുള്ള ഒരു കളിസ്ഥലം തന്നെയാണ്. ഈ വാർഡിലേക്ക് ഒരു കളിസ്ഥലം ഉണ്ടായിരിക്കും. പിന്നെ കൂടാതെ കുടിവെള്ള പദ്ധതികൾ, ചില സ്ഥലങ്ങളിൽ വളരെയധികം കുടിവെള്ളം നമുക്കറിയാം. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് മനുഷ്യൻ്റെ കുടിവെള്ളം എന്നുള്ളത്. അതിനുള്ള അപാകത ഇവിടെ വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം കൃത്യമായിട്ട് ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതും ചെയ്തിരിക്കും. കൂടാതെ ഇവിടെ നമ്മുടെ ഈ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് നമ്മൾ അമ്പലത്തിലേക്ക് പോകാനും അതേപോലെ അങ്ങാടിപ്പുറം റോഡ് ക്രോസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു വാക്ക് ഓവർ ബ്രിഡ്ജ്, വളരെയധികം ആക്സിഡൻറ്റ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങാടിപ്പുറം. ഈ വയസ്സായ ആളുകൾ അമ്പലത്തിലേക്ക് പോകാനുള്ളവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അവർക്കൊരു വാക്ക് ഓവർ, അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഞാൻ നടത്തും. അതേപോലെ പിന്നെ നാലാമതായിട്ട് വരുന്നത് ആട്ടീരി ഭാഗത്തുനിന്ന്, അതായത് റെയിലിൻ്റെ അപ്പുറത്ത് നിന്നുള്ള കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അവർ റെയിൽ ലൈനിൽ കൂടെ നടന്നിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു അണ്ടർപാസ്, ആട്ടീരി അണ്ടർപാസ്, അതും കൂടി കൊണ്ടുവരാൻ, ഇതാണ് മുഖ്യമായിട്ട് ഞാൻ നടത്താൻ പോകുന്ന വികസനം ജയിച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ എല്ലാവർക്കും കിട്ടാനുള്ള അവകാശങ്ങൾ, അവർക്ക് എന്തൊക്കെയാണോ ഓരോരുത്തർക്കും കിട്ടാനുള്ളത്, ഇപ്പോൾ അവർക്ക് വേണ്ട പെൻഷൻ പദ്ധതികൾ, അതേപോലെ കുട്ടികൾക്ക് വേണ്ട സ്കോളർഷിപ്സ്, സുഖമില്ലാത്ത കുട്ടികൾക്ക്, അതായത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ട സ്കോളർഷിപ്പ്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും നേടിയെടുക്കാനുള്ള അവകാശങ്ങൾ, അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ കിട്ടാനുള്ളത് അത് മുഴുവനും നേടിയെടുത്ത് കൊടുക്കാനുള്ള പ്രവർത്തനത്തിൽ ഞാൻ മുൻപന്തിയിൽ അവരോടൊപ്പം ഉണ്ടാവും. ഈ വാർഡിൻ്റെ ഒരു ജനങ്ങളുടെ ഒരു വാക്കായിട്ട്, അവരുടെ ഒരു ശബ്ദമായിട്ട് ഞാൻ എന്നും അവരുടെ കൂടെ ഉണ്ടാവും. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ വിജയം ശുഭാപ്തി വിശ്വാസമാണോ അതോ ഉറപ്പാണോ നിങ്ങൾക്ക്? ഉറപ്പാണ്, നമുക്ക് 100% ഉറപ്പാണ്. നമ്മൾ വിജയിച്ചിരിക്കും ഇവിടെ. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ കിട്ടുന്ന ഓണറേറിയം, ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണറേറിയം കിട്ടുമല്ലോ. ഈ ഓണറേറിയം ഞാൻ ഇവിടുത്തെ നിർധനരായ രോഗികൾക്ക് അവർക്ക് മരുന്ന് വാങ്ങാനുള്ള സൗകര്യത്തിന് ഞാൻ ആ ഓണറേറിയം മുഴുവനും മാറ്റി വെച്ചിരിക്കും. അവർക്കാണ് ആ ഒരു എനിക്ക് കിട്ടുന്ന ആ ഒരു പൈസ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കും എന്നുള്ള ഉറപ്പും ഞാൻ നൽകുകയാണ്. കാരണം ഞാൻ സാധാരണ ഇപ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഇതിന് മുന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ കോവിഡ് കാലത്തൊക്കെ ഫുൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ഒരാളാണ്. അതേപോലെ മരണശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 90% അല്ലാന്നുണ്ടെങ്കിൽ ഒരു 80% നമ്മളൊരു മരണത്തിലേക്ക് നിൽക്കുന്ന ടൈമിൽ എൻ്റെ അവയവങ്ങൾ ഫുൾ, ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ICUലേക്ക് എന്നല്ലാതെ ഒരു വെന്റിലേഷനിലേക്കോ അങ്ങോട്ടോ പോകുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, അപ്പോൾ എനിക്കതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ ഫുൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. എൻ്റെ അവയവങ്ങൾ, അതായത് കിഡ്നി മുതൽ കണ്ണ്, തൊലി, പാൻക്രിയാസ്, ഹൃദയവാൾവ്, രക്തധമനികൾ, ഇതൊക്കെ ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. അതായത് കത്തിച്ചാൽ നശിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എനിക്ക് ജനങ്ങളുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. വളരെയധികം ആളുകൾ, മരുന്നിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ വാർഡിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതും ചെയ്തിരിക്കും, അതാണ് പറയുന്നത്. വിജയം എന്നത് ഒരു പ്രതീക്ഷയായല്ല, വിജയം ഉറപ്പാക്കി തന്നെയാണ് UDFന്റെ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ കർത്തവ്യം ഇവിടെ നിർവഹിച്ചു തുടങ്ങുന്നത്. Jam June Hypermarket, exceeding expectations.